സാറേ നമസ്കാരം. നമസ്കാരം. സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഏത് പാർട്ടിയിലും വിശ്വസിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. പക്ഷേ അദ്ദേഹം ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം നിരന്തരം കാണുന്നത് മുഴുവൻ ഈ മത നേതാക്കൾ, അതായത് പാണക്കാട് തങ്ങളെ പോയി കാണുന്നു, ജെഫ്രിക്കോയ തങ്ങളെ പോയി കാണുന്നു. അങ്ങനെ തങ്ങന്മാരെയൊക്കെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം തുടങ്ങി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് കോൺഗ്രസ്സിൽ തന്നെ മുതിർന്ന ഇപ്പോൾ A.K. ആൻ്റണിയെ എന്തുകൊണ്ട് പോയി കാണുന്നില്ല? അല്ലെങ്കിൽ മുതിർന്ന മറ്റ് ആളുകളൊക്കെ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ വി.എം. സുധീരനുണ്ട്, വി.എം. സുധീരനെ കാണാം. അല്ലെങ്കിൽ പഴയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, വയലാർ രവിയുണ്ട്. അസുഖം രോഗബാധിതനായിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിനെയൊക്കെ പോയി കാണാമല്ലോ. അല്ലെങ്കിൽ മറ്റ് NSSൻ്റെ നമ്മുടെ സുകുമാരൻ നായരുണ്ട്, SNDPയുടെ വെള്ളപ്പള്ളി, ഇവരെല്ലാം ഉണ്ട്. അവരെ ആരെയും കാണാതെ എന്തുകൊണ്ട് സന്ദീപ് വാര്യർ ഇവരെ മാത്രം കാണും? സന്ദീപ് വാര്യർക്കൊരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് സന്ദീപ് വാര്യർക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്കും മാറുന്നവർക്കും നിൽക്കുന്നവർക്കും എല്ലാം ഉള്ളൊരു പാഠമാണ്. പിന്നെ നമുക്ക് മതം, മദ്യം, സ്ത്രീകളോടുള്ള താല്പര്യം പുരുഷന്മാർക്ക് തിരിച്ചും രണ്ട് കൂട്ടരുണ്ട്. പണ്ട് ഇപ്പോൾ ഒരു കൂട്ടരായിട്ട് പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സെക്ഷനോടുള്ള താല്പര്യം, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ, ഇതുപോലെ പ്രധാനമാണ് അധികാരവും. ഇതൊരു ലഹരിയാണ്, അധികാരത്തിൻ്റെ ലഹരി. സാർ ചക്രവർത്തിമാർ, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, നിങ്ങൾ നോക്കൂ, ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കൂ. അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ളൊരു ലഹരി, അധികാരം ഒരു ലഹരിയാണ്. സന്ദീപിനിപ്പം ചെസ്സ് കളി പോലെ സന്ദീപ് ഇപ്പം കളം മാറി പോവുകയാണ്. കളിക്കുമ്പം ഇപ്പോൾ വയ്ക്കുന്ന കരുക്കളൊക്കെ ഫെയിലിയറാവും. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു AICCയിലെ ആരെങ്കിലും സംസാരിച്ചാലേ അത് എവിടെ ചേരുള്ളൂ പറഞ്ഞു, കോൺഗ്രസ്സിൽ. അതുകൊണ്ട് കോയമ്പത്തൂർ പോയി AICC മെമ്പർ CN മോഹൻ, അവിടെയുള്ള AICC മെമ്പർ CN മോഹൻ പോയി ചർച്ച ചെയ്ത് KC വേണലിനെ വിളിച്ച് ഗണേശ് വേണലിൽ നിന്ന് വലിയ അധ്വാനം ചെയ്തിട്ടാണ് പുള്ളി കയറിയത്. അപ്പോഴേ ഒരു ബാർഗെയിനിങ് രാഷ്ട്രീയമാണ് പുള്ളി കളിച്ചത്. ചിലപ്പോൾ തൽക്കാലം പുള്ളിക്ക് അവിടെ സീറ്റ് കൊടുത്തെന്നിരിക്കാം. ഇപ്രാവശ്യം മറ്റേ ആൾ തോറ്റു പോയാൽ, മറ്റേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റു പോയാൽ ചിലപ്പോൾ അവിടെ സീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോട് തൃത്താൽ ആ ഭാഗത്ത് എവിടെ വേണം കൊടുക്കാം. ജയിച്ചാൽ മന്ത്രിയുമാക്കാം, നമുക്ക് തർക്കമില്ല. കാരണം BJP വന്ന ആളെന്നുള്ള നിലയിൽ അങ്ങനെയാണല്ലോ. ഇപ്പം അൽഫോൺസ് കണ്ണന്താനം CPI പോയി, CPM പോയി, അതുപോലെ നമ്മൾ അബ്ദുള്ള കുട്ടി CPM പോയി. അപ്പോൾ അവർ ഒരു ഹൈപ്പിന് വേണ്ടി ഉയർത്തും, പക്ഷെ അതുപോലെ താഴ്ത്തും, അതുപോലെ കളയും. ഇദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ആശയപരമായി എന്തെങ്കിലും, ആശയമല്ലല്ലോ, കസേരയാണല്ലോ പ്രധാനം. ഇതെല്ലാം വളരെ രസമല്ലേ. കസേര പറഞ്ഞ് പോകാൻ തീരുമാനിച്ചു, പോയി. ഇതല്ല പുള്ളിയുടെ സ്ട്രാറ്റജി എടുക്കേണ്ടത്. പുള്ളി വിചാരിച്ചു ഇപ്പം തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ കളത്തിൽ നിറഞ്ഞു നിൽക്കുക, മീഡിയ കളത്തിൽ നിറഞ്ഞു നിൽക്കുക. അതിന് ഏറ്റവും പറ്റിയത് ആരാണ്? തങ്ങളെ പോയി കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ട് BJP എന്നൊരാൾ മുസ്ലിം ലീഗിൻ്റെ തങ്ങളെ പോയി കാണുമ്പോൾ അവർ കുറച്ചുകൂടി സ്വീകാര്യം. അപ്പോൾ ഇദ്ദേഹം ഇപ്പം കളിക്കുന്ന കളി കോൺഗ്രസ് കൈവിട്ടാലും, ഏത് ഇപ്പോൾ മുരളീധരൻ ഒരു സ്ഥലം ഇറക്കിയല്ലോ, എടേ മോനെ അങ്ങനെ ഒന്നും പറ്റൂല എന്നുള്ള പറഞ്ഞല്ലോ, പറയാതെ പുള്ളി ഒരുപാട് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാരന് കൈ വിട്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ കോൺഗ്രസ്സുകാരന് അകത്തുനിന്ന് ചവിട്ട് കിട്ടിയാലും തള്ളു വേണം, പുള്ളിക്ക് ബാക്കപ്പ് വേണം, ആരെങ്കിലും ഒരു സ്പോൺസർ വേണം. അപ്പോൾ മത നേതാക്കളെ പിടിച്ചാൽ ഗുണം എന്താണ്? നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയമെല്ലാം ഏത് പാർട്ടി പഠിച്ചാലും UDF ആയാലും LDF ആയാലും മതവുമായി വളരെയധികം അടുത്ത് നിൽക്കുന്നതാണ്. NSS, SNDP, എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെ. അവരുടെ ഗുഡ് ബുക്കിൽ കയറാനായിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം, ഈവൻ CPM ഉൾപ്പെടെ അവരോടൊപ്പം നിൽക്കുമ്പം കൊള്ളാം, അവർ മാറുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും ഈ പോകുന്നത്. മുസ്ലിം ലീഗിനെ എങ്ങോട്ട് ക്ഷണിച്ചവരാണ് CPM, അവരെ മുന്നണിയിലേക്ക്. എന്നിട്ട് ഇപ്പോൾ തങ്ങളെ ഒരുപാട് തെറി പറയുന്നു. അപ്പോൾ ആ ഒരു വേറൊരു രാഷ്ട്രീയമാണ്. മതപരമായി നിൽക്കുന്ന സംഘടനകളെയും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അങ്ങനെ സമീപിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ പൊതു ദേശീയ പാർട്ടികൾ. അപ്പോൾ സന്ദീപിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രാറ്റജി പൊളിഞ്ഞു പോകും, പപ്പടമായി പോകും. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ്സിൽ അങ്ങനെ ആരെയും അവർ വളർത്തുകയില്ല, അങ്ങനെ ആരെയും അവർക്ക് തളർത്തുകയില്ല. അങ്ങനെ തളർത്തുള്ളൂ, ഇങ്ങനെ കിടക്കും, പൊങ്ങുതടി പോലെ കിടക്കും. എത്രയോ നേതാക്കൾ വന്നു പോയി, പഴയ കാലഘട്ടമല്ല. A.K. ആൻ്റണി, വയലാർ രവി, അന്നത്തെ കാലഘട്ടത്തിൽ അവർ വന്നത് ഒരു പരിഷ്കൃതവാദികളായിട്ട് വേറൊരു ഹൈപ്പിലാണ് വന്നത്. അതൊരു ആശയപരമായ ഹൈപ്പിൽ വന്നുകൊണ്ടാണ് കേരളത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയത്. ഇന്ദിരാഗാന്ധിയൊക്കെ എതിർത്ത് എന്നിട്ടും ആൻ്റണിക്ക് സ്വീകാര്യത കിട്ടിയത് അതൊരു ആശയപരം കൂടെ ഉണ്ടായിരുന്നു. അതിനകത്ത് രാമാശയമില്ല, ഇദ്ദേഹത്തിനെ പോലെ രാമാശയപരമില്ല. ജനത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ജനങ്ങൾ എപ്പോഴും കൂടെ നിൽക്കുന്നതിൻ്റെ പേരിലാണ്. ജനങ്ങളെപ്പോഴും കൂടെ നിൽക്കുന്നത് ആശയത്തെയും കൂടി നോക്കിയിട്ടാണ്. മാർക്സിസത്തിൽ ആൾ പോകുന്നതാണ്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ
ബേസിക്കലി. ബാക്കി അവർ ചെയ്യുന്ന എന്താണെന്നുള്ളത് ബേസിക്കലി അതിനകത്തേക്ക് പോകുന്ന ഒരു തത്വശാസ്ത്രവുമായിട്ട് ചേർത്തിട്ടല്ലേ. എത്ര പേര് പഠിച്ചു അത് വേറെ വിഷയം. കോൺഗ്രസ്സിലും അങ്ങനെയാണല്ലോ. ഗാന്ധിയൻ ആശയങ്ങൾ, സ്വാതന്ത്ര്യ സമരം നടത്തുന്ന പാർട്ടി എന്നൊക്കെ വിശ്വസിച്ചാണ് ഒരു ആശയത്തിലാണ് പോകുന്നത്. BJPയിലും അങ്ങനെയാണല്ലോ, എല്ലാത്തിലും അങ്ങനെ പോകുന്നത്. പക്ഷേ അത് വിട്ടിട്ട് കേവല അധികാരത്തിലേക്ക് മാത്രമായി ഇങ്ങനെ ഗിമ്മിക്കുകൾ കളിച്ചാൽ നിന്ന് പോകും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആരാണ് ഉപദേശിക്കണമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം തീർച്ചയായും ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളെ പോയി കാണുമായിരുന്നു. അവിടെ അദ്ദേഹം എന്ത് ഉറപ്പിക്കണമായിരുന്നു? ഈ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നീരസം പ്രകടിപ്പിച്ചെങ്കിൽ അതിനെ വെല്ലുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി കോൺഗ്രസിനകത്ത് ഉറപ്പിക്കണമായിരുന്നു. ഉറപ്പിച്ചിട്ട് പുള്ളി കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റി കയറണമായിരുന്നു. വക്താവായിട്ടോ, വക്താവാമല്ലോ, കാരണം പുള്ളിക്ക് ചാനൽ ചർച്ചയിൽ നല്ല ബന്ധമുള്ള ആളാണ്. വക്താവായിട്ടോ, KPCC മെമ്പറായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംസ്കാരിക ഒരുപാട് ഉപസമിതികളുണ്ടല്ലോ. അതായതിന് ശേഷം എവിടെ പോകണമായിരുന്നു? എല്ലാ നേതാക്കളെയും പോകണമായിരുന്നു. ഒരു ബാലൻസ് ചെയ്ത് പോകണമായിരുന്നു. NSSകാരെയും കാണാൻ പോവുക, SNDPക്കാരെയും കാണാൻ പോവുക, അപ്പം എല്ലാവരും കാണാൻ പോവുക. അപ്പോൾ ഒരു മതേതര സ്വഭാവമുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു പൊസിഷൻ എടുത്തു, അതറിയാൻ പോയി, പറയാൻ പോയി, ആ പൊസിഷനിലേക്ക് ഒരു ആശീർവാദമാക്കാൻ പോയി. ഇതിപ്പോൾ എന്തിനു പോയി? സന്ദീപ് വാര്യർ ആര് ചുമതലപ്പെടുത്തി? സന്ദീപ് വാര്യർ ആരാണ് കോൺഗ്രസ്സിൽ? ഇപ്പോൾ BJPയിൽ നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം, അങ്ങനെ പോയെങ്കിലും പറയാം. BJP ആയിരിക്കും പറയുമ്പോഴാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അങ്ങോട്ട് പോയി. ഇത് BJP നിന്ന് മാറിയപ്പോൾ ആ പൊസിഷനും ഇല്ലല്ലോ. ഞാൻ സന്ദീപ് വാര്യർ എന്നൊരു വ്യക്തിയല്ല പറയുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ ലെസൺസാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അല്ല സന്ദീപ് വാര്യർ വ്യക്തി ഇമ്മെറ്റീരിയൽ. ഇന്ന് സന്ദീപ് വാര്യറിനെ നാളെ വേറൊരാൾ, അപ്പുറത്തെ ഷെരിൻ പോയില്ലേ, നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഷെരിൻ പോലും ചെയ്തില്ലല്ലോ. ഷെരിൻ ഇങ്ങനെ പോയി ആളുകളെയൊക്കെ കാണുകയും അവിടെ എവിടെയൊക്കെ പോയി കാണുക, ആ ഒരു ലൈനല്ലല്ലോ. അല്ല, സന്ദീപ് തിരഞ്ഞെടുപ്പ് എന്നിരുന്നെങ്കിലും കുറച്ചുകൂടി മര്യാദയുണ്ട്. ഇപ്പോൾ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിലും പോയെങ്കിൽ കുറച്ചുകൂടി മര്യാദയുണ്ട്. ഇത് പുള്ളി സ്ട്രാറ്റജി തെറ്റിപ്പോയി. കേരളമാണ് കളം. പുള്ളിക്ക് ഒരുപാട് അബദ്ധങ്ങൾ വരാനിരിക്കുന്നു. 40-41 വയസ്സേ ആയിട്ടുള്ളൂ. പുള്ളി ഇനി ഒരു പ്രാവശ്യവും മന്ത്രിയൊക്കെ ആയാൽ പോലും, അങ്ങനെ ആയാൽ പോലും പുള്ളി വീണു പോകും. പുള്ളിയുടെ ഇതിലെന്ത് പറ്റി? പാർട്ടിമാരുണ്ടല്ലേ ഞാൻ പറയുന്നത്. BJPയിലേക്ക് പോയതുകൊണ്ടോ BJPയിൽ നിന്ന് മാറിയതുകൊണ്ടോ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് പോയതല്ല ഞാൻ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് എത്ര പേര് മാറാം, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പാർട്ടിയിൽ നിൽക്കാൻ സ്പേസ് കറക്റ്റ് അല്ലെങ്കിൽ മാറാം. പക്ഷേ ഈ മാറിയ കാര്യവും ശരിയല്ല, മാറിയ സ്റ്റൈലും ശരിയല്ല, മാറിയിട്ട് ചെയ്യുന്ന രീതിയും ശരിയല്ല. 3 കാര്യമുണ്ട്. ഒന്ന്, ഈ കാര്യം പറഞ്ഞ് ഒരു കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞ് മാറാൻ പാടില്ല. 1. 2 എന്ന് പറയുന്നത് എന്താണ്? പിന്നെ മാറി എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന വേലകൾ. 3 ആളുകൾ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സന്ദീപ്. അദ്ദേഹം എന്താണ് RS സംഘത്തിലും ശാഖയിലുമൊക്കെ വന്നതല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ RSSകാരനല്ല, ഒന്നുമല്ല, BJP ഒന്നുമല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. 10,000-കണക്കിന് സംഘപ്രവർത്തകരാണ് വിവാഹം കഴിച്ചിട്ടില്ലാത്തത്. വിവാഹം കഴിച്ചിട്ടില്ല അവർ. എഞ്ചിനീയർമാർ, ഡോക്ടർമാരൊക്കെ പഠിച്ചവരാണ്. വെറുതെ സാധാരണ പ്രവർത്തകരല്ല. എനിക്കറിയാം, ഒത്തിരി പേരറിയാം. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വലിയ സയൻറ്റിസ്റ്റുമാർ, ഒന്നും കല്യാണം കഴിക്കാതെ സയൻറ്റിസ്റ്റുമാരാകാൻ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോയവർ, ജോലിക്ക് പോകാത്തവർ പോസ്റ്റ് കിട്ടിയിട്ട് എന്നിട്ട് സംഘപ്രവർത്തനം നടത്തുന്നുണ്ട്. നിശബ്ദം, നിസ്വാർത്ഥം, ആർക്കും അറിയില്ല. അവരെ പേര് ഓരോ സ്ഥലത്തും വന്നിട്ടില്ല. അവരറിയത്തേ ഇല്ല ആരും. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ ഉള്ള ഒരു സ്ട്രീമിൽ നിന്ന് വന്നൊരാൾ ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ പുള്ളി പണ്ടേ ഒരു തരികിട അധികാരമോഹമൊക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ പുള്ളിക്ക് അവിടെ കിട്ടിയ കോച്ചിങ് പുള്ളി എന്ത് ചെയ്തില്ല, പ്രയോജനപ്പെടുത്തിയില്ല, ഉൾക്കൊണ്ടില്ല. കോച്ചിങ് ഉൾക്കൊള്ളണമല്ലോ. നമ്മൾ യാന്ത്രികമായിട്ടൊരു സ്ഥലത്ത് എഴുതാൻ പറ്റില്ലല്ലോ. കോഴ്സിന് പോയി ചേർന്നിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ കോച്ചിങ് കുട്ടി അതനുസരിച്ച് പുള്ളിക്ക് വളരാൻ പറ്റിയില്ല. പുള്ളി ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിക്കുന്നുണ്ടല്ലേ, എൻ്റെ അമ്മയുടെ സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട്, 1 വർഷത്തിനകത്ത് വന്നാണ് ഞാൻ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുമെന്ന്. പുള്ളി എന്താ പറയുന്നത്? പുള്ളി എന്താ കണ്ടീഷൻ വയ്ക്കുകയാണ്. അവർ മറ്റൊരിപ്പോൾ ഇന്ന് രാവിലെ തീരുമാനിച്ച് വേണ്ടാന്ന്, അങ്ങനെയല്ലേ തീരുമാനിക്കുള്ളൂ. അതങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ തിരിച്ചല്ലേ പറയേണ്ടത്. ഇത് അമ്മ പറഞ്ഞ വസ്തുവാണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് എപ്പോൾ വന്നോണം എടുക്കാം, അവിടെ നിർത്തണം. പക്വതയില്ല. 1 വർഷത്തിനകത്ത് വന്നില്ലെങ്കിൽ 1 വർഷം ഞാൻ കാത്തിരിക്കും, വന്നില്ലെങ്കിൽ തിരിച്ചെടുക്കും. ആരെങ്കിലും പോകുമോ? എത്ര ഇമ്മച്യൂറാണ് ചെറുപ്പക്കാരൻ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മൾ പറയാറല്ലോ, എന്താണ് പഴുക്കുന്നതിനെ കുറിച്ച് പറയാറില്ലല്ലോ, പാകമാകാതെ പഴുത്താൽ ഇങ്ങനെ ഇരിക്കും. വളരെ അങ്ങേര് ഒരു മീഡിയ ഓൺലൈൻ്റെ പ്രോഡക്റ്റാണ്. ഓൺലൈൻ ചാനൽ, മറ്റ് സാറ്റലൈറ്റ് ചാനലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ ചാനൽ പ്രോഡക്റ്റുകളാവുന്ന രാഷ്ട്രീയ നേതാക്കളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി ചെറുപ്പക്കാരോട് പറയാനുള്ളത്, സന്ദീപ് ഒരു പാഠമാകട്ടെ. നിങ്ങൾ ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിയിൽ നിൽക്കേണ്ടതും പാർട്ടികളിൽ നിന്ന് മാറേണ്ടതും പല രൂപത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഇത് വലിയ ഒരു പാഠമാണ് സന്ദീപിന് കിട്ടുന്നത്. സന്ദീപ് എന്ന് പറയുന്ന ഒരു കേസ് സ്റ്റഡിയാണ്.
അത് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നിരിക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ ഗെയിമാണെന്നും പവർ ഉറപ്പിക്കാനുള്ള പരിപാടികളാണെന്നും അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.